പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജലജയും ജാനകിയും കൂടെ സംസാരിക്കുകയാണ്. ജലജ പറയുന്നുണ്ടായിരുന്നു, ഒരുത്തി പോലീസ് ക്യാമ്പിലേക്ക് പോയതോടുകൂടി ഇനിയിപ്പോൾ എനിക്ക് അവളെ കാണാനൊന്നും പറ്റില്ലല്ലോ, അതുകൊണ്ട് മോൾക്ക് കുറച്ച് സമാധാനം ഉണ്ടാവും എന്ന് പറയുകയാണ്. ഇത് കേട്ടുകൊണ്ടാണ് അനാമിക അവിടേക്ക് വരുന്നത് കേട്ടോ. അപ്പം എന്ത് സമാധാനം ഉണ്ടാവും എന്നാണ് അപ്പച്ചി പറയുന്നത്. ഒരു സമാധാനം ഉണ്ടാവില്ല. ഇപ്പോൾ ഏട്ടനും അനിയനും കൂടി എന്നെ കുറിച്ച് പുതിയ കള്ളക്കഥകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് കൂടുതലും ഇങ്ങനെ ഫ്രണ്ട്സ് ആയിട്ടുള്ളത് ആൺകുട്ടികളാണ്. ഞാൻ അവരുടെ കൂടെ ഒന്ന് കറങ്ങിയെന്ന് വെച്ചോ, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചോ എന്ന് വെച്ചോ, എന്താ ഇപ്പോൾ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഞാനൊക്കെ അവരെ അങ്ങനെ ആങ്ങളമാരെ പോലെയാണ് കാണുന്നതെന്നൊക്കെ അങ്ങ് തട്ടി വിടുന്നുണ്ട് കേട്ടോ അനാമിക. അപ്പോൾ അതിപ്പോൾ ഇവിടെ വലിയൊരു പ്രശ്നമായി എടുത്തിട്ടുണ്ട് ഏട്ടനും അനിയനും കൂടി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജാനകിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഇന്നത്തെ കാലത്ത് ഒരു പെൺകുട്ടി ആൺകുട്ടിയും തമ്മിൽ ഒരുമിച്ച് ഇങ്ങനെ സംസാരിക്കുകയോ ഫുഡ് കഴിക്കുകയെന്ന് വെച്ചിട്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതിങ്ങനെ എഴുന്നള്ളിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുമ്പോൾ അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ ഇവിടെ എഴുന്നള്ളിച്ച് കഴിഞ്ഞല്ലോ, എങ്ങനെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്നെ ഇവിടുന്ന് പുറത്താക്കണം. അത് മാത്രമല്ല, അതിൻ്റെ പേരിൽ ഇപ്പോൾ എൻ്റെ അച്ഛനോട് പരാതി പറയാനോ ആദർശേട്ടൻ പോയിട്ടുണ്ടായിരുന്നു എന്ന് പറയൂട്ടോ. പിന്നെ ഇങ്ങനെ അനിയനെ ഇങ്ങനെ പറഞ്ഞു തിരുത്താതെ എന്നെ ഇങ്ങനെ ഉപദേശിക്കാൻ നടക്കുകയാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു. അനിയാണെങ്കിൽ ഇപ്പോഴും നന്ദുവിനെ വിളിക്കുന്നുണ്ട്, എന്നെ ഉറക്കി കിടത്തിയിട്ട് അവരിപ്പോഴും രാത്രിയിലൊക്കെ സംസാരിക്കാറുണ്ട് എന്നൊക്കെ ഇങ്ങനെ അനാമിക പറയുകയാണ്. അപ്പോൾ ഞാനത് അമ്മേനോട് പറഞ്ഞില്ല എന്നേ ഉള്ളൂ, ഞാൻ ഉറങ്ങാണ് എന്ന് വിചാരിച്ചിട്ടാണ് അവർ സംസാരിക്കുന്നത്, പക്ഷെ ഞാനിതെല്ലാം കേട്ടുകൊണ്ട് അവിടെ കിടക്കായിരിക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജലജയാണെങ്കിലും അതിലൂടെ കുറച്ചും കൂടെ കൂട്ടി കൊടുക്കുന്നുണ്ടായിരുന്നു. മോളുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക് എന്ന് പറയൂട്ടോ. ഭാര്യനെ ഇങ്ങനെ ഒപ്പം കിടത്തിയിട്ട് കാമുകീനെ ഇങ്ങനെ വിളിച്ച് സംസാരിക്കുന്ന ആ മോളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക് ജാനകി എന്നൊക്കെ പറഞ്ഞ് അങ്ങ് എരിപിരി കയറ്റി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നയന അവിടേക്ക് കയറി വരുന്നത് കേട്ടോ. അത് കാണുമ്പോൾ എല്ലാവരുടെയും മുഖം അങ്ങ് മാറുന്നുണ്ടായിരുന്നു. അപ്പൊ അനാമികയാണെങ്കിലും നയന വന്ന് കയറുമ്പോൾ തന്നെ പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ ഇവിടെ ഇല്ലാത്തതിന്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു, അപ്പോൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്, അങ്ങനെ ചേച്ചി പ്രസവിക്കാൻ പോവല്ലേ, അപ്പൊ അവരെ നോക്കി അവിടെ നിന്നാ പോരെ എന്നൊക്കെ നയനയോട് അങ്ങ് ചോദിക്കുകയാണ്. അപ്പൊ നയന പറയുന്നുണ്ടായിരുന്നു, നിന്നേക്കാളും മുന്നേ മരുമകളായിട്ട് വന്നതാണ് ഞാൻ ഇവിടേക്ക്, അപ്പോൾ ഞാൻ എന്നും ഇവിടെ തന്നെയാണ് നിൽക്കേണ്ടത്, അല്ലാതെ എൻ്റെ വീട്ടിലല്ല എന്ന് പറയൂട്ടോ. അപ്പൊ ജാനകി പറയുന്നുണ്ടായിരുന്നു, മോള് പറഞ്ഞ പോലെ നീ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ദിവസം ഒരു സന്തോഷം ഉണ്ടായിരുന്നു എന്ന് പറയും. അപ്പൊ നയന പറയുന്നുണ്ടായിരുന്നു, അത് നിങ്ങളുടെ കാര്യം, എന്നാലും ഞാൻ ഇവിടെ വേണമെന്ന് ആഗ്രഹിക്കുന്ന പലരും ഇവിടെ ഉണ്ട് എന്ന് പറയുകയാണെങ്കിലും നയനയോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നീ എല്ലാവരെയും ഇങ്ങനെ വലിയ ഡിസൈനൊക്കെ ചെയ്ത് മയക്കി വെച്ചിരിക്കുകയല്ലേ എന്ന് പറയും. പിന്നീട് ആദർശേട്ടന് ഞാനില്ലാതെ ഇവിടെ പറ്റില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ നയന. അതുപോലെ തന്നെ അനാമികയോടാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, നീ ഇങ്ങനെ എൻ്റെ കാര്യം അന്വേഷിക്കാതെ നീ ഇങ്ങനെ നിന്റെ ഭർത്താവിനെ ഇങ്ങനെ നിന്റെ വരുതിയിലാക്കാൻ നോക്ക് എന്ന് പറയും. അപ്പോൾ അനാമിക നയനോട് ദേഷ്യപ്പെട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, എങ്ങനെ അവനെ വരുതിയിലാക്കുന്നത്, അവൻ്റെ പിറകെ എപ്പോഴും നിങ്ങളുടെ അനിയത്തി ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയൂട്ടോ. അപ്പോൾ അത് പറയുന്ന സമയത്ത് ജാനകി പറയുന്നുണ്ടായിരുന്നു, നിന്റെ അനിയത്തിക്ക് നാണല്ലേ ഇങ്ങനെ കല്യാണം കഴിഞ്ഞ് അവൻ്റെ പിറകെ നടക്കാനെന്ന് പറയുമ്പോൾ അവൾ ആരുടെ പിറകെ നടന്നിട്ടില്ല, ഇനിയിപ്പോൾ അനി ഇങ്ങനെ അവളുടെ പിറകെ നടന്നിട്ടുണ്ടെങ്കിൽ അത് അനാമികയുടെ കുറ്റം കൊണ്ട് മാത്രമാണെന്ന് പറയട്ടോ. അനാമികയോടുള്ള വെറുപ്പ് കൊണ്ടാണ്, അതൊക്കെ ഇങ്ങനെ മാറ്റിയെടുക്കാൻ നോക്കേണ്ടത് നീ തന്നെയാണെന്ന് അനാമികയോടും പറയുന്നുണ്ടായിരുന്നു. പിന്നീട് അബിയുടെ മാറ്റത്തിനെ കുറിച്ചും ജലജയനോട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അബിയാണെങ്കിൽ ഇപ്പോൾ കുറച്ചൊക്കെ മാറി അങ്ങനെ ചേച്ചീനെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ അവൻ്റെ അമ്മയ്ക്ക് ഇപ്പോഴും ഒരു മാറ്റം ഇല്ല എന്ന് പറയുന്ന സമയത്ത് ഞാൻ ഒരിക്കലും മാറാൻ പോകുന്നില്ല എന്നൊക്കെ ജലജയും നയനയോട് പറയുകയാണ്. അതുപോലെ തന്നെ ഞാൻ വെറുക്കുന്ന മരുമകളെ ഒരിക്കലും ഞാൻ സ്നേഹിക്കാനും പോകുന്നില്ല എന്ന് നയനയോട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് അത് മാത്രമല്ല, ഇങ്ങനെ അനാമികേൻ്റെ ഓരോ കാര്യങ്ങൾ പറയുന്ന സമയത്തും ഇവളുടെ കാര്യങ്ങളൊന്നും നിങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ട എന്ന് പറയുന്നുണ്ടായിരുന്നു. പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് എന്ന് പറയൂട്ടോ. അപ്പം നീ ഒന്ന് പറഞ്ഞാലും ഞങ്ങളൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന് ജാനകി പറയുമ്പോൾ, അങ്ങനെ വിശ്വസിക്കേണ്ട, ഇങ്ങനെ നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ അവസരം വരുമ്പോൾ നിങ്ങൾ വിശ്വസിച്ചോളൂ എന്ന് പറഞ്ഞിട്ടാണ് നയന അവിടെ നിന്ന് അങ്ങ് പോവുകയും ചെയ്യുന്നത്. പിന്നീട് എന്തായാലും അവൾ പറയുന്നൊന്നും മോള് കാര്യമാക്കണ്ട, എന്തായാലും അവൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, മോളെന്നും എൻ്റെ മരുമകളായിട്ട് ഇവിടെ തന്നെ കാണുന്ന അനാമികയോട് ജാനകി പറയുമ്പോൾ അനാമികയ്ക്ക് അത് മതിയല്ലോ, അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. പിന്നീട് മുത്തശ്ശനും കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മുത്തശ്ശൻ ഇങ്ങനെ മരുന്നൊക്കെ എടുത്ത് കൊടുക്കുന്ന സമയത്തും, നീ ഇങ്ങനെ മരുന്ന് തരുന്ന സമയത്ത് എനിക്ക് നയനമോളെയാണ് ഓർമ്മ വരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പം നയനമോൾ ഇവിടെ ഉള്ളത്, അതുപോലെ തന്നെ അവളെ സ്നേഹിക്കുന്ന, അതുപോലെ തന്നെ എല്ലാവർക്കും ഒരു തന്നെയാണ്, അവൾ ഇവിടുന്ന് മാറി നിന്നിട്ടുണ്ടെങ്കിൽ വലിയ വിഷമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ നയന അവിടേക്ക് ചെല്ലുന്നത്. അപ്പം നയന ചെന്ന ഉടനെ തന്നെ ആദർശ് ഭയങ്കര പിണക്കത്തിലൊക്കെയാണല്ലോ, ആ കാര്യങ്ങൾ തന്നെയാണ് മുത്തശ്ശനോട് പറയുന്നത്. അപ്പോൾ ആദർശേട്ടന് എന്താണെന്ന് അറിയില്ല, അപ്പം എന്നോടൊരു ദേഷ്യവും വെറുപ്പൊക്കെയാണ്, ആദർശേട്ടൻ്റെ മനസ്സിൽ എന്താണെന്ന് അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, മോളെന്താ ചോദിച്ചില്ല എന്നൊക്കെ മുത്തശ്ശി ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ളൊരു അവസരം ആദർശേട്ടൻ തരുന്നില്ല എന്ന് പറയും കേട്ടോ. ഞാനൊന്ന് ചോദിച്ചിട്ട് എന്നോടൊന്നും മിണ്ടുന്നില്ല എന്ന് പറയുകയാണ്. അപ്പോൾ മോൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല എന്നൊക്കെയാണ് കേട്ടോ നയന പറയുന്നത്. ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല, ആദർശേട്ടനോടൊന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, അങ്ങനെ ഒരു കാര്യമില്ലാതെ മറ്റുള്ളവരെ വെറുക്കുന്ന കൂട്ടത്തിലും തള്ളി പറയുന്ന കൂട്ടത്തിലൊന്നും അല്ലല്ലോ ആദർശ്, എന്തോ കാരണം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയട്ടെ. അപ്പം നയന പറയുന്നുണ്ടായിരുന്നു, എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല, ഇനിയിപ്പോൾ മുത്തശ്ശൻ ആദർശേട്ടനോട് സംസാരിച്ചിട്ടേ കാര്യമുള്ളൂ എന്ന് പറയുന്ന സമയത്ത് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ടായിരുന്നു, ഈ വീട്ടിലെ മൂത്ത മരുമകൾ ആരാന്ന് ചോദിക്കും കേട്ടോ. അപ്പം അതെന്താ മുത്തശ്ശൻ അങ്ങനെ ചോദിച്ചതെന്ന് നയനെ ചോദിക്കുമ്പോൾ, അത് മറ്റൊന്നും കൊണ്ടല്ല, ഈ വീട്ടിലെ എങ്ങനെ
മൂത്ത കൊച്ചുമോൻ ആദർശാണല്ലോ, അവൻ്റെ ഭാര്യയല്ലേ മോള്. അതുകൊണ്ട് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളായിട്ട് തന്നെ അത് പറഞ്ഞു തീർക്കുന്നത് തന്നെയാണ് നല്ലത്. അതിൽ ഞങ്ങളൊന്നും ഇടപെടുന്നത് ശരിയല്ല എന്ന് പറയാണ്. ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ ആദർശ അനുസരിക്കുകയായിരിക്കും, പക്ഷേ അതല്ലല്ലോ അതിൻ്റെ ശരി. നിങ്ങളായിട്ട് തന്നെ അത് പറഞ്ഞു തീർക്കുമ്പോഴായിരിക്കും ആ ഒരു പ്രശ്നത്തിന് പരിഹാരം ആവുന്നത് എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് ആദർശ അങ്ങനെ ഒരു തെറ്റും ചെയ്യാതെ ഒന്നും മാറ്റി നിർത്തുന്ന കൂട്ടത്തിലല്ല. അപ്പം മോളുടെ ഭാഗത്തുനിന്ന് എന്തോ തെറ്റ് സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കും. അതെന്താന്ന് മോളിങ്ങനെ അവനോട് ഇങ്ങനെ സംസാരിച്ച് അറിയാൻ നോക്കുക എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ആദർശാണല്ലോ ഇപ്പം ഇങ്ങനെ എന്നേക്കാളും മുകളിലേക്ക് പോകുന്നത്, ഇങ്ങനെ ബിസിനസ്സും കാര്യങ്ങളും എല്ലാം തന്നെ നോക്കുന്നതും. അതുപോലെ തന്നെ ജ്വല്ലറിയുടെ MD ആദർശാണല്ലോ. അതുകൊണ്ട് തന്നെ അവൻ്റെ ദാമ്പത്യ ജീവിതം അവന് നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരുപാട് സ്റ്റാഫ് ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരൊക്കെ എങ്ങനെയാണ് അവൻ നേരായ വഴിക്ക് കൊണ്ടുപോകും, അങ്ങനെ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാണ്. പിന്നെ അത് മാത്രമല്ല, നിങ്ങളെ കണ്ടല്ലേ നിങ്ങളുടെ താഴെയുള്ളവരും പഠിക്കേണ്ടത്, അതുകൊണ്ട് നിങ്ങൾ തന്നെ നല്ലൊരു മാതൃകയാവണം, അതുകൊണ്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നയനിക്കാണെങ്കിലും ആകെ സങ്കടമാവുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശനൊന്നും ഇങ്ങനെ പറയുന്ന എന്തായാലും നയന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആകെ സങ്കടപ്പെട്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശിയാണെങ്കിലും ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു, പാവം കഷ്ടം എന്ന് പറയും കേട്ടോ. അപ്പോൾ നിനക്കിങ്ങനെ സഹതാപം തോന്നിയിട്ട് ഒന്നും വിളിച്ച് പറയാൻ നിൽക്കണ്ട, ആദർശിൻ്റെ വെറുപ്പ് വെറുതെ സമ്പാദിക്കേണ്ട എന്ന് പറയും കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനൊന്ന് പോയി നോക്കട്ടെ, മോളിങ്ങനെ അമ്മായിയമ്മയുടെ അടുത്തേക്കാണോ പോയത് എന്ന് അറിയാലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുമ്പോൾ മുത്തശ്ശൻ പറയാണ്, ഈ വയസ്സാം കാലത്ത് ഇതൊക്കെ ഒരു രസമാണല്ലേ എന്ന് പറയൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒരു നേരം പോക്ക് തന്നെയാണല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു മുത്തശ്ശനും ചിരിച്ചുകൊണ്ട്. പിന്നീട് മുത്തശ്ശിയാണെങ്കിലും നയനയുടെ പിറകെ തന്നെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നയന നേരെ ദേവയാനിയുടെ അടുത്തേക്ക് തന്നെയാണ് ചെന്നത്. എന്നിട്ട് കാര്യം പറയുന്നുണ്ടായിരുന്നു മുത്തശ്ശിനോടൊക്കെ കാര്യം പറഞ്ഞപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഞങ്ങളായിട്ട് തന്നെ തീർക്കണം എന്നാണ് പറഞ്ഞത് എന്ന് പറയട്ടോ. അപ്പോൾ ദേവയാനിക്കും അത് വലിയൊരു അത്ഭുതം തന്നെയാണ്. സാധാരണ മോൾ എന്തെങ്കിലും പ്രശ്നം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനതൊക്കെ പരിഹരിച്ച് തരുന്നതാണല്ലോ, ഇതെന്ത് പറ്റിയപ്പോൾ അങ്ങനെ പറയാനെന്ന് പറയും. മുത്തശ്ശിയൊക്കെ അങ്ങനെ തന്നെയാണ് പറഞ്ഞതെന്ന് പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഇനിയിപ്പോൾ അവരോട് പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് പറയും. അപ്പോൾ ഇതെല്ലാം പറയുന്നത് മുത്തശ്ശി അവിടെ നിന്നിട്ട് മാറി നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നേ. പിന്നീട് ദേവയാനിക്കാണെങ്കിലും അങ്ങനെ പറയുന്ന സമയത്ത് ഭയങ്കര സങ്കടം ഉണ്ട് കേട്ടോ. അപ്പോൾ ദേവയാനി പറയുന്നുണ്ടായിരുന്നു, എനിക്ക് ജയേട്ടനോടോ അതുപോലെ തന്നെ ആദർശിനോടോ ഒന്നും പറയാൻ പറ്റില്ലല്ലോ മോളെ, ആദർശ് മോളെ സ്നേഹിക്കണമെന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറയാണ്. അപ്പോൾ നയനെ പറയുന്നുണ്ടായിരുന്നു, അമ്മ അങ്ങനെയൊന്നും പറയണ്ട, ഞാൻ തന്നെ ആദർശേട്ടനോട് കാര്യങ്ങൾ ചോദിച്ച് പതുക്കെ മനസ്സിലാക്കിക്കോളാം. പിന്നെ അമ്മ എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ആദർശേട്ടനോട് തുറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദർശേട്ടൻ്റെ മനസ്സിൽ എന്തെങ്കിലും പിണക്കൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ മാറി സന്തോഷമായിക്കോളും എന്ന് പറയുകയാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നന്ദുവിനോട് ഞാനിങ്ങനെ ബോൾഡ് ആവണം എന്ന് പറഞ്ഞ സമയത്ത് അവൾ എന്നോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. കാരണം അവൾക്ക് കരുത്ത് കൂടുതലുണ്ടെങ്കിലും അവിടെ ഇങ്ങനെ ഏറ്റവും ബോൾഡായിട്ട് നിന്നിരുന്നത് ഞാനായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ദേവയാനിനോട് പറയുമ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ മോള് അവൻ്റെ മുന്നിൽ ബോൾഡായി നിൽക്കാൻ പോവാണോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ നന്ദു തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ചേച്ചി ഇപ്പോൾ കുറേ ഒതുങ്ങിപ്പോയി എന്നൊക്കെ. അപ്പോൾ ഇനിയിപ്പോൾ മോളിങ്ങനെ അവൻ്റെ മുന്നിൽ ബോൾഡായിട്ട് നിൽക്കാൻ പോവാണോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അതിനൊന്നും പറ്റില്ല. ഇനിയിപ്പോൾ ആദർശേട്ടൻ എന്നോട് ഇങ്ങനെ വെറുപ്പും ദേഷ്യമൊക്കെ ഇങ്ങനെ മനസ്സിൽ വെച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ എനിക്ക് കടുത്ത ചില തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ നൈന അവിടെ നിന്ന് അങ്ങ് പോകുന്നത്. മുത്തശ്ശിയാണെങ്കിലും ഇവരുടെ സംസാരമെല്ലാം അവിടെ നിന്ന് മാറി നിന്ന് കേട്ടിട്ട് പിന്നീട് മുത്തശ്ശിനോട് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ അമ്മായിമ്മേനോട് ഇങ്ങനെ പരിഭവം പറയാണ് മരുമകളെ എന്ന് പറയൂ കേട്ടോ. അപ്പോൾ അത് പറഞ്ഞിങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ദേവയാനി അവിടേക്ക് വരുന്നത്. അച്ഛനും അമ്മ എന്താ ഇങ്ങനെ ചിരിക്കുന്നതെന്ന് ചോദിക്കും. അപ്പോൾ ചിരി ആരോഗ്യത്തിന് നല്ലതാണല്ലോ, അപ്പോൾ ഞങ്ങൾക്ക് എന്താ ചിരിക്കാൻ പാടില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നേ മുത്തശ്ശനാണെങ്കിലും. അപ്പോൾ മുത്തശ്ശി പറയും, ഇദ്ദേഹം ഒരു തമാശ പറഞ്ഞു, അത് കേട്ട് ചിരിച്ചതാണ് ഞാനെന്ന് പറയട്ടോ. പിന്നെ ദേവയാനിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ദേവയാനിയുടെ മുഖത്ത് ഒരു സന്തോഷമൊന്നും കാണുന്നില്ല. അപ്പോൾ നിനക്ക് എന്താ ദേവയാനി ഒരു സങ്കടം എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് സങ്കടമൊന്നുമില്ല, നവ്യ ഇങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് അമ്മയാവുമല്ലോ, ഈ വീട്ടിലെ മൂത്ത കൊച്ചുമോൻ ആദർശാണല്ലോ, അവൻ്റെ ഭാര്യയ്ക്കാണെങ്കിൽ ഇതുവരെ ഒരു വിശേഷവും ആയിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയും. അങ്ങനെ ആവരുതെന്നാണല്ലോ നിൻ്റെ ആഗ്രഹം എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി തിരിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഞാനായിട്ടൊന്നും പറയുന്നില്ല, അച്ഛനും അമ്മയൊക്കെ ഇങ്ങനെ ആദർശിൻ്റെ ഒരു കുഞ്ഞിനെ താലോലിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് സംസാരിക്കുന്നതൊക്കെ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, അതുകൊണ്ടൊന്ന് ഓർമ്മിപ്പിച്ചതാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോകും കേട്ടോ. പിന്നീട് ജയനും അതുപോലെ തന്നെ അജയനും കൂടെ ഒക്കെ ഇങ്ങനെ അവിടെ നിൽക്കുന്ന സമയത്താണ് ആദർശ് ഓഫീസിൽ നിന്ന് തിരിച്ചു വരുന്നത്. ആദർശ് വന്ന് കയറിയ ഉടനെ തന്നെ ജയൻ പറയുന്നുണ്ടായിരുന്നു, ദേവയാനി അതുപോലെ തന്നെ നയനയ്ക്ക് ഒരു പരിങ്ങല്ലാണ്, ഇതിങ്ങനെ എത്രയെന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പം അമ്മ ചെയ്ത തെറ്റിന് നമുക്ക് അത് പുറത്ത് കൊടുക്കായിരുന്നു, പക്ഷേ നയന ചെയ്തത് അങ്ങനെയല്ലല്ലോ, അമ്മേനെ നമ്മളിങ്ങനെ കള്ളം പറഞ്ഞ് പറ്റിച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷേ നയന അങ്ങനെ ആയിരുന്നില്ലല്ലോ, എല്ലാ കാര്യങ്ങളും അവൾക്ക് അറിയാമായിരുന്നല്ലോ, എന്നിട്ട് അവൾ എന്നോട് ഒന്നും തുറന്നു പറഞ്ഞില്ല, അതങ്ങനെ കൊടുക്കാൻ പറ്റില്ല, ഇപ്പം അതൊക്കെ അവിടെ നിൽക്കട്ടെ, ആ പ്രശ്നം അല്ലല്ലോ ഇപ്പോൾ വലുത്, അപ്പോൾ കമ്പനിയിൽ ഇങ്ങനെ കള്ളക്കടത്ത് സ്വർണം വന്ന് അത് സെയിലായി പോയിട്ടുണ്ട് എന്നുള്ള ആ കാര്യത്തിനെ കുറിച്ചൊക്കെയാണ് കേട്ടോ അവരിങ്ങനെ സംസാരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ജ്വല്ലറിയിൽ ഇത് ആദ്യമായിട്ടുള്ളൊരു സംഭവമാണല്ലോ, പോലീസുകാർ ഇത് പുറത്തൊന്നും വിട്ടിട്ടില്ല, അവരും അത് രഹസ്യമാക്കി വെച്ചിരിക്കുന്നതാണെന്ന് പറയാണ്. അപ്പം എല്ലാവർക്കും സംശയം അബീനെ തന്നെയാണ് കേട്ടോ. അബിയാണെങ്കിലും ഇപ്പോൾ നവിക്ക് ഇങ്ങനെ വലിയ ഗിഫ്റ്റ് കൊണ്ടു കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ
ഒരുപാട് പൈസ ദൂർത്തടിക്കുന്നുണ്ട്. അതിനുള്ള പണമൊന്നും നമ്മുടെ കമ്പനിയിൽ നിന്ന് അവന് കൊടുത്താൽ അതിനൊന്നും തികയില്ല. അപ്പോൾ അതിന് ഒരു സംശയം അബീൻ്റെ മേലിലുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആരെയും പ്രതിയാക്കേണ്ട, പോലീസ് സത്യസന്ധമായിട്ട് തന്നെ അന്വേഷിക്കട്ടെ എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മുടെ ജ്വല്ലറിനെ ഇടിച്ച് താഴ്ത്താൻ വേണ്ടിയിട്ട് മറ്റുള്ളവർ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞതാണോ എന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് സത്യസന്ധമായിട്ടുള്ള രീതിയിൽ തന്നെ അന്വേഷണം പോട്ടെ എന്ന് ഞാനും പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും നമ്മൾ ചീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും അറിയണമല്ലോ എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ ആദർശ്. അപ്പം അതിനെക്കുറിച്ചൊക്കെയാണ് അവരിങ്ങനെ സംസാരിക്കുന്നത്. അത് പറഞ്ഞിട്ട് പിന്നീട് ആദർശ് അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ടായിരുന്നു. നൈനയാണെങ്കിലും ഭയങ്കര സങ്കടത്തിലിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കനക വിളിക്കുന്നുണ്ട്. അപ്പോൾ കനക വിളിച്ചിട്ട് ചോദിക്കുന്നത് ആദർശിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞോ എന്നാണ്. അപ്പോൾ അതിനുള്ള ഒരു അവസരം കിട്ടിയില്ല എന്ന് പറയാണ്. ഇതിങ്ങനെ ഉന്തിത്തള്ളി മുന്നോട്ട് കൊണ്ടുപോകരുത് എന്നൊക്കെ കനക പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദർശേട്ടൻ നല്ല തിരക്കിലാണ്, അതുകൊണ്ടാണ് എനിക്ക് പറയാൻ പറ്റാതിരുന്നത് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ കനകയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, മോളെ ഈ കാര്യങ്ങളെല്ലാം എന്ന് പെട്ടെന്ന് ആദർശിനോട് തുറന്നു പറയേ, ഇതങ്ങനെ നീട്ടി കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമല്ലല്ലോ. പരസ്പരം സ്നേഹിച്ചവരിങ്ങനെ അകന്ന് പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് അടുക്കാൻ വലിയ പാടായിരിക്കും എന്നൊക്കെ പറയുമ്പോഴും നൈന പറയുന്നുണ്ടായിരുന്നു, അതെന്താണെന്ന് വെച്ചാൽ ഞാൻ പതുക്കെ എല്ലാം ചെയ്തോളാം, അമ്മ ഇപ്പോൾ ചേച്ചിയുടെ കാര്യമൊക്കെ ശ്രദ്ധിച്ചോ എന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യാണ് കേട്ടോ. നൈനയ്ക്കാണെങ്കിലും ഭയങ്കര സങ്കടമാണ്. പിന്നീട് ഗോവിന്ദൻ വന്നിട്ട് കനകേനോട് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, ആദർശ് മോനോട് മോള് കാര്യങ്ങളൊക്കെ പറഞ്ഞോ എന്ന് ചോദിക്കും. അപ്പോൾ മോൾ ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത് എന്ന് പറയും. മോൾക്ക് എന്തൊക്കെയോ നല്ല വിഷമമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദർശിൻ്റെ പിണക്കം മാറിയോന്നൊക്കെ കനക ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വലുതായിട്ടൊന്നും മാറിയിട്ടില്ല എന്നാണ് കേട്ടോ നൈന പറയുന്നത്. ഇപ്പോൾ ഗോവിന്ദനാണെങ്കിലും ആദർശ് മോനോട് സംസാരിക്കണോ ഞാൻ എന്നൊക്കെ ഇങ്ങനെ കനകേനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മോളോട് പറയാതെ അങ്ങനെ ആദർശ് മോനോട് പോയി സംസാരിക്കുന്നത് ശരിയല്ല, ഇനിയിപ്പം കുറച്ച് ദിവസം കൂടെ നോക്കാമെന്നൊക്കെയാണ് ഗോവിന്ദൻ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ആദർശിനോട് സംസാരിക്കാമെന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നീട് കനകയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അവിടെ മക്കളെയൊക്കെ തിരുത്താനായിട്ട് മൂർത്തി സാറുണ്ടല്ലോ എന്ന് പറയുമ്പോഴും ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു, അദ്ദേഹത്തിന് പല കാര്യവും അറിയിക്കാതല്ലേ ഇപ്പം മുന്നോട്ട് പോകുന്നത്, അതുകൊണ്ട് ചിലപ്പോൾ അദ്ദേഹം കാര്യം അറിഞ്ഞു കാണില്ല എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ നമുക്ക് കുറച്ചും കൂടെ നോക്കാം, അല്ലെങ്കിൽ പിന്നെ ആദർശ് മോനോട് നേരിട്ട് ചെന്ന് തന്നെ സംസാരിക്കാം എന്ന് ഗോവിന്ദനും പറയുകയാണ്. അപ്പോൾ മോൾക്ക് എന്തോ വിഷമമുണ്ട് എന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദനോടും കനക പറയുന്നുണ്ടായിരുന്നു. പിന്നീട് അനി ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ആദർശ് വന്നിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. നിനക്ക് എന്താണ് അത്ര വിഷമം എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്നൊക്കെ പറയുകയാണ്. പിന്നീട് അനാമികയുടെ കാര്യം തന്നെ പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് 3 ബ്രാഞ്ച് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊന്നും അനി ഇങ്ങനെ ശ്രദ്ധിക്കുന്നില്ല, ആ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കാണെങ്കിലും അതിന് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നിന്നെ ഇങ്ങനെ വിശ്വസിച്ച് കാര്യങ്ങളെ ഏൽപ്പിക്കുക, അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഏൽപ്പിച്ചിട്ടുള്ളത് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അബിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവനത് ഇങ്ങനെ ഉഷാറായിട്ട് നോക്കിയേനെ എന്നൊക്കെ ഇങ്ങനെ പറയും. പക്ഷേ അബീനെ വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് അനാമികയുടെ കാര്യം പറയുന്ന സമയത്തും അനാമികയുടെ അച്ഛൻ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അനിയാണെങ്കിലും ഇങ്ങനെ സ്നേഹിക്കുന്നില്ല, മോൾക്ക് വേണ്ടതൊന്നും ചെയ്തു കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ അനിയനോട് പറയുന്നുണ്ടായിരുന്നു. നീ അവളെ ഭാര്യയായിട്ട് കണ്ടിട്ടില്ലല്ലോ, അവൾക്ക് വേണ്ടതൊന്നും ചെയ്തു കൊടുക്കുന്നില്ല, അതൊക്കെ അനാമികയുടെ അച്ഛൻ പറയുന്നതിലും കാര്യമില്ല എന്നൊക്കെ പറയാണ്. ഏട്ടൻ എന്തിനാ വീണ്ടും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, ഞാൻ അതിനുള്ള തെളിവെല്ലാം കാണിച്ചതല്ലേ, ഫോട്ടോസ് എല്ലാം കാണിച്ചതല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഏട്ടനും ഏട്ടത്തിയും തമ്മിൽ തുടക്കത്തിൽ ഭയങ്കര പിണക്കത്തിലൊക്കെ തന്നെ ആയിരുന്നല്ലോ. ആ സമയത്ത് പോലും ഏട്ടനെ മറന്ന ഏട്ടത്തി ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ കാണിച്ച പോലത്തെ ഏട്ടത്തിയുടെ ഒരു ഫോട്ടോസെങ്കിലും ഏട്ടന് കാണിക്കാൻ പറ്റുമോ എന്നിങ്ങനെ ആദർശിനോട് ചോദിക്കൂട്ടോ. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്.